ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഒരു ബിരിയാണി. അത് നമുക്ക് ആദ്യമായി ചെയ്യുന്നവർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാം. ഈ ക്രിസ്മസിന് നമുക്ക് എളുപ്പത്തിലുള്ള ഈ ഒരു ബിരിയാണി എല്ലാവർക്കും തന്നെ ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ബെൽ ഐക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഓൾ തന്നെ ഒന്ന് ചൂസ് ചെയ്യണം. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷൻസ് തരും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ, ഒരു 600 ഗ്രാം ചിക്കനുണ്ട്. അത് നമുക്ക് മാരിനേറ്റ് ചെയ്യണം. ഇവിടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, പിന്നെ ഒരു പകുതി നാരങ്ങ, ഇത്രയും ചേർത്ത് നാരങ്ങ നീര് ഇതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി, നമുക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിലും റെസ്റ്റ് ചെയ്യാനായി വെക്കാം. ഇനി നമുക്ക് ഈ ബിരിയാണി അരി ഒന്ന് നല്ലപോലെ കഴുകിയതിന് ശേഷം ഒന്ന് കുതിരാനായി വയ്ക്കാം. ഒരു 20 മിനിറ്റ് നമുക്കൊന്ന് വെള്ളത്തിൽ കുതിർത്താനായി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു 10 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ നമ്മൾ ബിരിയാണിയിലൊക്കെ ചേർക്കുന്ന ഒരു ഇല അത് ചേർത്ത് കൊടുത്തു. പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്കായ ഇതും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. നല്ലപോലെ തിളയ്ക്കുമ്പോൾ നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ അരി ചേർത്ത് കൊടുത്തു. വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു. നമുക്കിതൊന്ന് എടുത്ത് ടേസ്റ്റ് ചെയ്യുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാം. അരി ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അരി കുഴഞ്ഞു പോകാതെ നോക്കുകയും വേണം. ഒരു 1/4 വേവ് മതിയാകും. അപ്പോൾ നമുക്ക് അരി ആവശ്യത്തിനുള്ള വേവായിട്ടുണ്ട്. ആ അരിയുടെ ആ ഒരു ചുവ മാറണം. എന്നിട്ട് നമുക്കിതിൽ ഒരല്പം നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് അരിപ്പയിലോട്ടിട്ട് വാർത്തെടുക്കണം. ഇപ്പോൾ ഒരു കുക്കറിൽ കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിൽ ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി ഈ സവാള കൂടെ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിനെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കാം. വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം. കൊടുത്തു. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. ഒരു 1/2 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിത് അടച്ചു വെച്ച് 1 വിസിൽ വരും വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ 1 വിസിലായപ്പോഴത്തേക്കും ഓഫ് ചെയ്തിട്ട് ഇപ്പോൾ വീണ്ടും തുറന്നു. ഇനി നമുക്ക് തുറന്ന് വെച്ച് തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ ഈ തക്കാളി അരിഞ്ഞതും മല്ലിയിലയും പുതിനയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇനി നമുക്ക് തുറന്ന് വെച്ച് തന്നെ ബാക്കി വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളി മൂത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ച് എണ്ണ നമുക്ക് ഈ ചിക്കൻ നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന ചിക്കൻ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു പാനിലോട്ട് മാറ്റി നമ്മൾ സവാള വറുത്ത ആ എണ്ണയും അതേ പാനിൽ തന്നെ ഈ ചിക്കൻ മാറ്റി കുറച്ച് സമയം
ചെറിയ തീയിലിട്ട് നല്ലപോലെ ഇത് വേവിച്ച് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യാം. ഇനി നമ്മൾ ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു. ഇനി കുറച്ച് ചോറിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ റെഡിയാക്കിയ ചിക്കൻ കുറച്ച് പുതിന മല്ലിയില ഇട്ട് കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പും നമ്മൾ കിസ്മിസും വറുത്തെടുത്തത് അതിട്ട് കൊടുക്കാം. ഇനി കുറച്ച് നമ്മൾ സവാള വറുത്തെടുത്തതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും ചോറിട്ട് കൊടുക്കാം. ഇവിടെ 3 ലെയറായി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. എന്നിട്ട് ചെറിയ ഫ്ലെയിമിൽ കുറച്ച് സമയം ഗ്യാസ് ഓൺ ചെയ്ത് ചെറിയ ഫ്ലെയിമിൽ കുറച്ച് സമയം ദം ചെയ്യാനായി ഇടാം. അപ്പോൾ ഞാൻ ഒരു 10 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ സെർവ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടാനായി.